ഓർമ്മ മറന്നിട്ട് CPI ലോക്കൽ കമ്മിറ്റി. ഓർമ്മ മറന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് CPI പരപ്പനങ്ങാടി ലോക്കൽ കമ്മിറ്റി പരപ്പനാട് ഹെർബൽ ഗാർഡ്സുമായി സഹകരിച്ച് നടത്തുന്ന ഓർമ്മമരം പദ്ധതിയിൽ സ്വാതന്ത്ര്യ സമരസേനാനിയും മുൻകാല സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ യശശരീരനായ ശ്രീ യജ്ഞമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓർമ്മമരം നട്ടു. സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ചിരുന്ന ഇദ്ദേഹം മുൻകാല പരപ്പനങ്ങാടി പഞ്ചായത്തംഗം കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് പരപ്പനങ്ങാടിയിലെ ചുടലപ്പറമ്പ് മൈതാനം ദാനമായി നൽകി മാതൃകയായത്. അനേകം കായിക താരങ്ങളെ വളർത്തിയെടുത്ത കളിസ്ഥലമാണ് ചുടലപ്പറമ്പ് മൈതാനം. പരപ്പനങ്ങാടിയിലെ മൺമറഞ്ഞുപോയ മഹൽ വ്യക്തിത്വങ്ങളുടെ ഓർമ്മ പുതുക്കുവാനും ഓർമ്മ നിലനിർത്തുവാനുമാണ് ഓർമ്മമരം പദ്ധതി ആരംഭിച്ചതെന്ന് CPI ലോക്കൽ സെക്രട്ടറി സക്കറിയ കെ പറഞ്ഞു. ഓരോ മാസവും ഒരു ഓർമ്മമരം എന്ന നിലയ്ക്ക് ആരംഭിച്ച ഈ പദ്ധതി മുൻ ഉപമുഖ്യമന്ത്രി ഔക്കാദർ കുട്ടി നഹയുടെ വീട്ടിലാണ് കഴിഞ്ഞ മാസം തുടക്കം കുറിച്ചത്. ചടങ്ങിൽ പരപ്പനങ്ങാട് ഹെർബൽ ഗീത ടീച്ചർ, CM യജ്ഞമൂർത്തി, STSPC ജില്ലാ സെക്രട്ടറി TA റസാഖ്, വിജേഷ്, EP ഉസാമദ്, ഷെഫീഖ് മാസ്റ്റർ, ഷമീം, K ഹസൻ കോയ എന്നിവർ പങ്കെടുത്തു. സ്റ്റുഡൻസ് ഫെഡറേഷനിലൊക്കെ പ്രവർത്തിച്ച ആളാണ് CM യജ്ഞമൂർത്തി നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം. അപ്പോൾ അവരൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിൽ ആ പാർട്ടി ഇങ്ങനെ ഓരോ ഇത് വിഭജിച്ച് കൊടുക്കുമ്പോൾ മൂപ്പർക്ക് അതാണ് കൊടുത്തിട്ടുള്ളതുണ്ട്. വളരെ ജയിലിലൊക്കെ പോയിട്ടുള്ളതാണെന്ന്. അങ്ങനെ അവരൊക്കെ ഉഴുതു മറിച്ചൊരു മണ്ണിലാണ് നമ്മൾ വിതയ്ക്കണതും കൊയ്യണതും ഒക്കെ എന്നുള്ളത് നമുക്ക് ഏതു നേരവും ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. CM യജ്ഞമൂർത്തി അവരുടെ മരുമകളാണ്, രണ്ടാമത്തെ മകൻ്റെ മകളാണ്, ഭാര്യയാണ്. അപ്പോൾ അച്ഛനെ പറ്റിയിട്ട് അമ്മ BM സ്കൂളിലെ ടീച്ചറായിരുന്നു. അമ്മ അങ്ങനെ പറയണതും ആണ് മുഴുവനും എനിക്ക് അമ്മ അച്ഛങ്ങനെ SFI കൂടെയാണ് വന്നത്. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ്റെ SFI പ്രവർത്തനത്തിലൂടെയാണ് ആദ്യത്തെ SFI ഇതിൽ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛന് ഡിഗ്രി മുഴുമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പിന്നെ അച്ഛൻ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനമായി നടന്നു. പിന്നെ ഇത് ആ സമരത്തിൽ പങ്കെടുത്തിട്ട് അച്ഛൻ ജയിലിലായി. ജയിലിൽ നിന്നാണ് ആ സ്വാതന്ത്ര്യം കിട്ടിയതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുള്ള പ്രശസ്തരായ യശസ്വീ മരിച്ചു പോയിട്ടുള്ള ഓർമ്മിക്കേണ്ട ആളുകളെ നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളുടെ എല്ലാം പിന്നിൽ കുറേ ആളുകളുടെ പ്രയത്നമുണ്ട്. അത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പുതിയ തലമുറയുടെ വലിയൊരു നഷ്ടം. സാധാരണ രാഷ്ട്രീയക്കാർ മരം നടലുണ്ട്, ആ ഒരു നടലുള്ളത് ഇത് വ്യത്യാസമുണ്ട്. കാരണം ഒരു നടുക എന്നുള്ളൊരു പ്രഹസനം മാത്രമല്ല, നമ്മളെ നടുന്നതൊക്കെ നല്ല മരങ്ങളാണ്, നല്ല വില കൂടിയ മരങ്ങളാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം നട്ടത്. അപ്പോൾ ഇതിൻ്റെ ആയിട്ടൊരു പ്രാധാന്യമാണ്. കാരണം നമ്മളൊരു മഹാന്മാരുടെ പേരിലാണ് നടുന്നത്. അപ്പോൾ അതിൻ്റെ ആ മഹത്വം കാണിച്ചും കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തൈകൾ തിരഞ്ഞെടുക്കുന്നത്. പരപ്പനാടൻ പൾസ്, പരപ്പനങ്ങാടി.